ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ പകലിൽ നേരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കും. നിങ്ങളുടെ ശ്രദ്ധയെ 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ? തന്റെ അന്വേഷണത്തിന് ഉത്തരമായി ഇതാ സീബ എന്നൊരു വ്യക്തി ഉണ്ട് എന്ന് താൻ അറിയപ്പെടുകയാണ്. താൻ അറിയുമ്പോൾ സീബയെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും ചോദിക്കുന്നു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ? അതിനു മറുപടിയായി സീബ ഇങ്ങനെ പറയുന്നു, അതെ, മാക്കീരിന്റെ വീട്ടിൽ 2 കാലും മുടന്തനായ യോനാഥാന്റെ മകനായ മെഫീബോശത്ത് ജീവിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ നടപ്പിന് വേഗതയില്ലാത്ത, ജീവിതത്തിന്റെ താളത്തിന് അധികം വേഗതയില്ലാത്ത, അംഗവൈകല്യമെന്ന് താൻ വിശേഷിപ്പിക്കുന്ന, സമൂഹം വിശേഷിപ്പിക്കുന്ന, അതെ, മറ്റുള്ളവരാൽ അയോഗ്യരെന്ന് കരുതുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമായി മാറുന്ന 2 കാലും മുടന്തുള്ള, അതെ, മെഫീബോശത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മെഫീബോശത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ദാവീദ് ഇങ്ങനെ പറയുന്നു, നീ ഇന്നു മുതൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതുമാത്രമല്ല, സീബയ്ക്കും സീബയുടെ കുടുംബത്തിനും അവരുടെ ഭൃത്യന്മാർക്കും അനവധി സ്വത്തുക്കൾ രാജാവ് കൊടുക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. സമൂഹം മുഴുവൻ അധികം വേഗതയില്ല, ജീവിതത്തിന്റെ താളത്തിന് വേഗതയില്ല, മറ്റുള്ളവരുടെ ഒപ്പം നടക്കുവാൻ പ്രാപ്തിയില്ല, മറ്റുള്ളവരുടെ ഒപ്പം നീ യോഗ്യനല്ല എന്ന് കരുതി വിധി എഴുതിയ മെഫീബോശത്ത്, അതെ, 2 കാലും മുടന്തനായ മെഫീബോശത്ത് ഇതാ രാജാവിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, താൻ യോഗ്യനാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ പകലിൽ നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയും ഇതാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ താളത്തിനധികം വേഗതയില്ലെന്ന്, നിന്റെ ജീവിതത്തിന്റെ നടപ്പിനധികം വേഗതയില്ലെന്ന് പറഞ്ഞ് പലരും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പലരും നിന്നെ അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്നെ തന്നെ നീ നോക്കി, നിന്റെ വ്യക്തിത്വത്തെ നോക്കി, നിന്നിലുള്ള അഭിഷേകത്തെ നോക്കി, അതെ, നീ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പകലിൽ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നിന്നെ മേൽ ദയ കാണിച്ച ദൈവം മഹോന്നതനായ ദൈവമാകിയാൽ, നിന്റെ മേൽ ദയ കാണിച്ച ദൈവം നിനക്ക് വിടുതൽ പകരുന്ന ദൈവമാകിയാൽ, നിന്റെ മേൽ ദയ കാണിച്ച ദൈവത്തിന്റെ കൃപ, അതെ, നിന്നെ യോഗ്യന്മാരാക്കി തീർക്കുന്നതാകിയാൽ ഈ പകലിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ, അതെ, 2 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. സീബയുടെ ഭൃത്യന്മാർ മുഴുവനും മെഫീബോശത്തിന് വേല ചെയ്തു, അവനെ യജമാനനായി കണക്കാക്കിയെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അനേകരുടെ മുൻപിൽ ഒരു യജമാനനായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ, നാളെ ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ വിടുതൽ ചെയ്യുന്നു എന്നുള്ളത് നീ മറന്നു പോകരുത്. ആകയാൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിന്നെ വിളിച്ചവനെ നീ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ, നിന്നെ ദയ കാണിച്ചവനോട് പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ, അതെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നിന്നെ, ഒരു പ്രാപ്തിയും ഇല്ലാതിരുന്ന നിന്നെ സ്നേഹിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചുവെങ്കിൽ, അതെ, ആ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവിക വിടുതലുകളെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക. രാജാവിന്റെ മേശയിൽ നിന്ന് മെഫീബോശത്ത് ഭക്ഷണം കഴിച്ചതുപോലെ, ദിനം പ്രതി അവിടെ ജീവിച്ചതുപോലെ, ഈ ദിവസങ്ങളിൽ നിന്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുമെന്നുള്ള കാര്യം നീ ഈ ദിവസങ്ങളിൽ മറന്നു പോകരുത്. ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.